ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ അവിടെ നിന്നും വളരെ അപമാനിതനായി വിനയൻ പോവാണ് കേട്ടോ. അങ്ങനെ വിനയനെ മാഷ് അകത്തോട്ട് വിളിച്ചില്ല. എന്നാൽ അവിടെ നിന്നിങ്ങനെ ചുറ്റിപ്പറ്റി ഇനിയും വീണ്ടും ആ വീട്ടിലോട്ട് തിരികെ കയറാനുള്ള ഒരവസരം തന്നെയാണ് കേട്ടോ വിനയൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഈ സമയം വിനയൻ അങ്ങ് പോയതിനു ശേഷം ചീരി പറയാണ്, അച്ഛ നന്നായുള്ളൂ ആ മനുഷ്യനെ ഈ വീടിനകത്തോട്ട് കയറ്റാതിരുന്ന്, അച്ഛൻ അത് ചെയ്തത് നന്നായി എന്ന് പറയണ്ട. അത് കേൾക്കുന്ന അനുഭവം പറയാൻ ശരിയാണ്, അവന് ഇനി ഒരു അവസരം കൊടുക്കരുത്. അവൻ തീർച്ചയായും ഇതിനുള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഇനിയും അവൻ ഇത് തന്നെ ആവർത്തിക്കും. ഇപ്പോൾ ആ പണത്തിൻ്റെ ഒരൊറ്റ ഇതുകൊണ്ടാണ് അവൻ ഇവിടെ നിന്നും പോയിരിക്കുന്നതെന്ന് പറയണ്ട. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് മാഷിന് മനസ്സിലാവട്ടെ. മാഷ് പറയണേ, ഇനി എന്തായാലും എൻ്റെ മോളെ ഇനി കരയാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. അവനെന്തായാലും ഈ 15 ലക്ഷത്തോടു കൂടി അവനങ്ങ് നിന്നിൽ നിന്ന് ഒഴിവായാൽ രക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ചീരുവാണെങ്കിൽ തൻ്റെ മക്കളെ കിട്ടിയ ആ സന്തോഷത്തിൽ അനുപമയുടെ മുന്നിൽ വന്നിട്ട് വീണ്ടും പറയണേ, ചേച്ചിയോടാണ് ഞാൻ ഈ നന്ദി പറയേണ്ടത്. ചേച്ചി കാരണമാണ് എനിക്ക് എൻ്റെ ഈ മക്കളെ കിട്ടിയല്ലായിരുന്നെങ്കിൽ എൻ്റെ ആർച്ചയും ഭദ്രയും അവരുടെ കോലം നോക്കുക എന്നൊക്കെ പറയുമ്പോൾ മാനവമ്മ പറയണേ, മോളെ ഇതിപ്പോൾ ഇത്ര വല്ലാതെ പറയാനൊന്നുമില്ല, ആർക്കും ഈ ഗതികേട് വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ അനുപമയല്ല ഇവിടുത്തെ വിഷയം. അനുപമ പണം കൊടുത്താലും നിൻ്റെ മക്കളെ നീ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആ ഒരു സ്ഥിതി നിനക്ക് വന്നില്ലേ. അത് ആലോചിക്കുമ്പോൾ ഈ ഭാനുമ്മക്ക് പോലും സങ്കടം തോന്നുന്നു എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഈ മക്കളുമായി നല്ല സന്തോഷത്തിൽ ജീവിക്കാൻ നോക്കേ എന്നും ഭാനുമ്മ ഒരു ഉപദേശമൊക്കെ നൽകി കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘുവിനെയാണ് കാണിക്കുന്നത്. രഘു ഈ എയർപോർട്ട് ഓട്ടത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എയർപോർട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ കയറുന്നുണ്ട്. പക്ഷേ അയാളുടെ കയ്യിൽ കുറച്ച് മയക്കുപൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അയാൾ അത് കയ്യിൽ ഇങ്ങനെ അടക്കി പിടിക്കുന്നുണ്ട്. അപ്പോൾ രഘു എങ്ങോട്ടൊക്കെ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എയർപോർട്ടിലോട്ടാണ് പോകേണ്ടത്, ഒന്ന് പെട്ടെന്ന് വണ്ടി എടുക്കൂ എന്ന് പറയുന്നുണ്ട്. നല്ല സ്പീഡിൽ വിടാൻ പറ്റുന്നിടത്തോളം സ്പീഡിൽ വിട്ടോളൂ എന്ന് രഘുവിനോട് പറയുമ്പോൾ രഘു ആണെങ്കിലും ഒരു എയർപോർട്ട് ടാക്സി ആണല്ലോ, കളങ്കമില്ലാത്ത മനസ്സായതുകൊണ്ട് തന്നെ രഘു ഒന്നും നോക്കുന്നില്ല. രഘു പെട്ടെന്ന് വണ്ടി എടുക്കണം കേട്ടോ. പക്ഷേ അയാൾ രഘുവിനെ കൊടുക്കുകയാണെന്ന് രഘുവിന് മനസ്സിലായില്ല. അങ്ങനെ അയാളുടെ പിറകെ പോലീസ് വരുന്നുണ്ട്. നിർത്താതെ പോലീസ് വണ്ടി പിറകിൽ നിന്ന് ഇങ്ങനെ വണ്ടി ഓർണടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഘുവിനോട് അയാൾ പറയാണ്, നിങ്ങളൊന്ന് സ്പീഡിൽ വണ്ടി എടുക്കൂ എന്ന് പറയട്ടോ. ഇതേ സമയം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിലാണോ, നിങ്ങളുടെ പിറകിൽ തന്നെ പോലീസ് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താങ്കളോടല്ലേ പറഞ്ഞത് കൂടുതൽ സംസാരിക്കാതെ വണ്ടി എടുക്കാൻ, എന്നിട്ട് താങ്കൾ എന്താ ചെയ്യുന്നത് എന്നും പറഞ്ഞ് രഘുവിനോട് അയാൾ ചൂടാകുമ്പോൾ രഘു പോലും ഒന്ന് സൈലൻ്റ് ആയി പോവാണ് കേട്ടോ. അപ്പോഴേക്കും പോലീസുകാർ വളച്ചിട്ട് പിടിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ രഘു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിശബ്ദനാവുകയാണ്. പക്ഷേ അയാളാണെങ്കിലോ കാറിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം അയാൾ കുറച്ച് മയക്കുപൊടി അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊന്നും രഘുവിന് അറിയില്ല. പാവം രഘു എവിടെ പോയാലും കഷ്ടകാലം മാത്രം. അങ്ങനെ രഘു ആണെങ്കിലോ ആകെ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ താൻ എന്താടോ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാറേ ഞാനെന്ത് ചെയ്തു, മാറിയാത്തൊക്കെ മാറി നിൽക്കട എന്ന് പറഞ്ഞ് രഘുവിൻ്റെ വണ്ടിയൊക്കെ പരിശോധിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മയക്കുപൊടി എടുക്കുകയാണ്. എന്നാൽ ഈ സമയം രഘു ആകെ ഞെട്ടിപ്പോവാണ്. സാറേ ഇത് എൻ്റെതല്ല എന്ന് പറയുമ്പോൾ തൻ്റെതാണോ അയാളുടേതാണോ എന്ന് ഞങ്ങൾ നോക്കട്ടെ, ഇവനെ കുറേ കാലമായി പിടികിട്ടാ പുള്ളിയായി നടക്കുകയായിരുന്നു, എന്തായാലും താൻ വാ പോലീസ് സ്റ്റേഷനിലോട്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും രഘുവിന് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. രഘു പറയുന്നുണ്ട്, സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, സാർ എന്താ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ തന്നോടല്ലേ പറഞ്ഞത് വരാൻ എന്ന് പറഞ്ഞിട്ട് രഘുവിനെ തൂക്കി പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഒന്നും അറിയാത്ത രഘു വീണ്ടും ജയിലിലോട്ട് പോകുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ സമയം മാഷാണെങ്കിലോ ചീരുവിൻ്റെ കാര്യത്തിൽ സമാധാനമായി, ഇനി ദയയുടെ കാര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു നിലപാടുമായി മുന്നോട്ട് പോവാണ്. അപ്പോൾ മഞ്ചാടിയാണെങ്കിലോ ഹോസ്റ്റലിലോട്ട്, മോളെ നീ എന്ത് തീരുമാനിക്കുന്നു, ഹോസ്റ്റലിൽ പോകണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ചേച്ചി വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അച്ഛാ നമുക്ക് ഹോസ്റ്റലിലോട്ട് പോവാം എന്നുള്ള തീരുമാനം ആവുകയാണ് കേട്ടോ. അപ്പോഴാണ് മാഷിൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നതായിട്ട്. അങ്ങനെ മാഷ് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇത് ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് മാഷ്, ഇത് ഞാൻ SI ആണ്. എന്താ സാറേ വിളിച്ചത്, താങ്കളുടെ മരുമകനല്ലേ രഘു, അതെ അവനെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം വെളിപ്പെടുത്താണ് കേട്ടോ. ഇത് കേൾക്കുന്ന മാഷ് എന്താ നിങ്ങൾ ഈ പറയുന്നത്, അത് കേട്ടോടെ തന്നെ അതെ നിങ്ങളുടെ മരുമകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എയർപോർട്ട് ഓട്ടത്തിൽ കഞ്ചാവ് അങ്ങനെയുള്ള ഒരാളെയും കൊണ്ട് പോവുകയും അയാൾക്ക് ഒത്താശ ചെയ്തു എന്ന പേരൊക്കെയാണ് എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന മാഷി ഇല്ല എൻ്റെ രഘു അങ്ങനെ ചെയ്യില്ല എന്ന് പറയണേട്ടാ.
ഇതേ സമയം അനുപമയും ചീരു ഓടിയെത്താണ്. എന്താ അച്ഛാ, എന്താ, ആരുടെ ഫോണാണ് വന്നത്? പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, എസ് ഐ ആണ് വിളിച്ചത്. എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രഘുവിനെ പോലീസ് പിടിച്ചിരിക്കുന്നു. അത് കേൾക്കുന്ന ചീരു, രഘുവേട്ടനെ എന്തിനാ പോലീസ് പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല മോളെ, മയക്ക് പൊടിയെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കേട്ടു. അത് കേൾക്കുന്ന അനുപമ, ഈശ്വര, അമ്പിളി ചേച്ചി ഒരു മനസ്സിനൊരു കട്ടിയൊക്കെ വന്നോ? അമ്പിളി ചേച്ചി സ്വയം കുടുംബജീവിതം നയിക്കാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അമ്പിളി ചേച്ചിക്ക് ഇനിയും ഈശ്വരൻ്റെ പരീക്ഷണങ്ങളാണല്ലോ അച്ഛാ, ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മാഷി പറയണം, മോളെ ഇനി നേരം വഴുകരുത്, നീ എന്തായാലും പെട്ടെന്ന് ഇവിടെ നിന്നും പോവാൻ നോക്ക് അമ്പിളിയുടെ അരികിലോട്ട്, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. അതെന്താ അച്ഛാ അങ്ങനെ പറയുന്നത്? തീർച്ചയായും അമ്പിളി എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അത് കേട്ട ഉടനെ എന്താ എന്താ അച്ഛാ അങ്ങനെയൊക്കെ പറയുന്നത്? ഉണ്ട് മോളെ, അമ്പിളിക്ക് താങ്ങാൻ കഴിയില്ല. അമ്പിളി എല്ലായിടത്തും തോൽക്കുക എന്നുള്ള ഒരു തോന്നൽ അമ്പിളിയുടെ ഉള്ളിലുണ്ട്. അമ്പിളി അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ചീരു, എന്താ അച്ഛാ, അച്ഛൻ എന്താ പറയുന്നത്? അതേ മക്കളെ, ഞാൻ ആ വീടിൻ്റെ പാതി ഷെയർ അമ്പിളിക്ക് എഴുതി കൊടുക്കുന്നതിൻ്റെ കാരണം തന്നെ അമ്പിളി മനസ്സ് മുട്ടി മരിക്കാൻ ഒരു പ്രാവശ്യം ഒരുങ്ങി. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രഘു എന്തിനോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെ രഘുവിന് കഷ്ടകാലം മാത്രമേ ഉള്ളൂ. അവൻ്റെ ആത്മാർത്ഥത കൊണ്ട് തന്നെ തോന്നുന്നു അവനൊരു പച്ച പിടിക്കുന്നില്ല. എന്തായാലും അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അത് രക്ഷിക്കാനുള്ള വഴികൾ നോക്കണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചീരു, അച്ഛാ അതിനെന്താ വഴി? പോട്ടെ, ഞാൻ ദാസിനെ കാണാൻ പോട്ടെ, എന്തെങ്കിലും എന്താണ് ആദ്യം സത്യാവസ്ഥ എന്നറിയട്ടെ, ആദ്യം രഘുവിൻ്റെ അടുത്തോട്ട് എത്തട്ടെ, നിങ്ങൾ പെട്ടെന്ന് അമ്പിളിയുടെ അരികിലോട്ട് പോകാൻ നോക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പറയട്ടോ. ഇതേ സമയം കാര്യങ്ങളൊന്നും അറിയാതെ അമ്പിളി ഒരുപാട് തവണ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രഘുവിനെ. പക്ഷേ രഘു ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അമ്പിളി, എന്താ ഈ രഘുവേട്ടൻ ഫോൺ എടുക്കാതെ? എയർപോർട്ട് ഓട്ടത്തിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ വണ്ടി എടുക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കുമോ? എങ്കിലും കൂടി തനിക്ക് സമാധാനം കിട്ടുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ ആരൊക്കെ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നത് പോലെ ഒരു തോന്നൽ, എന്തോ ഒരു അപകട സൂചന. അപ്പോൾ ഉടൻ തന്നെ വീണ്ടും അമ്പിളി രഘുവിനെ വിളിച്ചു നോക്കുകയാണ്. അപ്പോഴും ഫോൺ എടുക്കുന്നില്ല. ഈ സമയം സരോജിനി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് സരോജിനി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ, അല്ല രഘുവേട്ടൻ ഫോൺ എടുക്കുന്നില്ല? അതിന് രഘു ഒരു എയർപോർട്ട് ഓട്ടത്തിനല്ലേ പോയിരിക്കുന്നത്, അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റേതായ ഒരു ലൈറ്റ് അവലുണ്ടാവില്ലേ? അവന് എയർപോർട്ട് ഓട്ടത്തിൽ ഒരുപക്ഷെ ഫോൺ എടുക്കാൻ പറ്റാഞ്ഞിട്ടാണ്, അങ്ങനെ ആയിരിക്കില്ലേ സരോജിനി ആൻറ്റി എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇന്ദു വീട്ടിൽ വരികയാണ്. തൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നും ഇന്ദു സച്ചിയുടെ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോഴാണ് അവിടോട്ട് സത്യൻ കയറി ചെല്ലുന്നത് കേട്ടോ. സത്യനാണെങ്കിൽ അമ്മ പറഞ്ഞ വാക്കുകളിൽ അതിലൊരു സത്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഇവരുടെ വിവരങ്ങൾ അന്വേഷിക്കേണ്ട ഒരു സമയമാണ്. ഗോകുൽ ജയിലിൽ പോയതുകൊണ്ട് തന്നെ താൻ അവിടെ എത്തണമെന്ന് സത്യന് തോന്നുകയാണ്. ആ സമയം തന്നെയാണ് ഇന്ദു അവിടെ എത്തുന്നത് കേട്ടോ. ഇന്ദുവും സത്യനും നേരിട്ട് കാണുമ്പോൾ അവിടെ ഇനിയും വീണ്ടും ഒരു പൊട്ടിത്തെറി നടക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. അതും നടത്തുന്നത് സുശീല തന്നെയാണ്. രാഹുലിന് ചെന്ന് വിവരങ്ങൾ പറയണം, എൻ്റെ മകനും ഇന്ദുവും വീണ്ടും ബന്ധം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ പറച്ചിൽ തന്നെയാണ് കേട്ടോ ഇനിയും സംഭവിക്കാൻ പോകുന്നത്.